ഇത് സംബന്ധിച്ച് പാർട്ടി നേതാക്കന്മാർ സംസാരിച്ചു കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ സംസാരിച്ചു. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. വീണ്ടും വീണ്ടും ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉന്നയിക്കാനും എന്നും ഇതിൻ്റെ പേരിൽ വിവാദം ഉണ്ടാക്കാനുമായിട്ടുള്ള ശ്രമം ആസൂത്രിതമായി നടക്കുന്നുണ്ടെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 3-4 കോടതികൾ, വിവിധ ഏജൻസികൾ ഇത് സംബന്ധിച്ച് പരിശോധന നടത്തി. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആ കേസുകളൊക്കെ അതിനടിസ്ഥാനമില്ല എന്ന് പറഞ്ഞു. പക്ഷേ കേന്ദ്ര ഏജൻസി വീണ്ടും ഇത്തരം ഒരു നിലപാടെടുത്തിരിക്കുകയാണ്. ഇത് അടുത്തൊരു വർഷത്തിനകം, ഒരു വർഷമാണ് ഇനി തെരഞ്ഞെടുപ്പിനുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട്, അസംബ്ലി തെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടി നിരന്തരമായി ഇത്തരം ഗൂഢാലോചനയും ഇത്തരം നിലപാടുകളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവുമില്ല. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത്, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഇത്തരം വിവാദങ്ങൾ ഉണ്ടായതാണ്. ഇതിൻ്റെ മറുവശം കൂടി നിങ്ങൾ കാണണം. ഇതിൻ്റെ മറുവശം എന്ന നിലയിൽ കേരളത്തിൽ വളരെ വിവാദമായ, നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത കോടിക്കണക്കിന് രൂപ പിടിച്ചെടുക്കുകയും തട്ടിക്കൊണ്ടുപോയ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ ഒരു കേസുണ്ട്. BJPയുടെ നേതാക്കന്മാരാണ് അതിനകത്ത് ആരോപണ വിധേയമായത്. അതിനെ സംബന്ധിച്ചുള്ള പരാതികൾ വന്നിരുന്നു. ആ സംഭവം വന്നപ്പോൾ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് അതൊരു വസ്തു കച്ചവടത്തിന് കൊണ്ടുപോയ പണമാണെന്നുള്ള തരത്തിലാണ് വാർത്തകൾ കണ്ടത്. ഇതേപോലെ ഉള്ള വാർത്തകൾ ഒരു വശത്തു കൂടി വരുന്നു. എന്നാൽ മറുവശത്തു കൂടി ഇത് രാഷ്ട്രീയ പ്രേരിതമായി ഇതൊരു ഗൂഢാലോചനയോടുകൂടിയാണോ എന്ന് ആളുകളാകെ സംശയിക്കുന്ന തരത്തിൽ തന്നെ ആണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് വിവിധ ഏജൻസികൾ പരിശോധിച്ചതാണ്, കോടതികൾ പരിശോധിച്ചതാണ്. അപ്പോൾ ഈ സമയത്ത് ഇത് വരുന്നതിനകത്ത് ജനങ്ങൾക്ക് സംശയമുണ്ട്. സ്വാഭാവികമായി ആ സംശയം ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയമായ ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് CPM കാണുന്നത്. നേതാക്കന്മാർ സംസാരിച്ചു കഴിഞ്ഞു അതിനെ സംബന്ധിച്ച്.